ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വതി നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. 1/12/25 ഗുരുവായൂർ ഏകാദശിയാണല്ലോ. മോക്ഷദ ഏകാദശി എന്നുകൂടി ഇതിന് പറയാറുണ്ട്. ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നിങ്ങളിൽ പലർക്കും അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷെ അറിയാത്തവരും ഉണ്ടാവും. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഗുരുവായൂർ ഏകാദശി എങ്ങനെയാണ് നോൽക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്നൊക്കെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള വീഡിയോകൾ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ തരാം. നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഗുരുവായൂർ ഏകാദശിയെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട്. ആ ഐതിഹ്യങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനം ഗുരുവായൂർ ഏകാദശിക്കാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഗുരുവായൂരിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയാമെന്ന് ഉദ്ദേശിച്ചത്. ഗുരുവായൂർ ഏകാദശിയോട് അനുബന്ധമായി പാലക്കാട് കുന്നത്തൂർമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമി വിളക്കിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോപാന സംഗീതവും എഴുന്നള്ളത്തും എല്ലാം ഉണ്ടായിരുന്നു. ഗുരുവായൂര് ശ്രീകൃഷ്ണ ക്ഷേത്രമാണെങ്കിലും അവിടുത്തെ വിഗ്രഹം മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ്. നമ്മൾ ഗുരുവായൂരപ്പ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. ശ്രീകൃഷ്ണനാണ് സങ്കല്പമെങ്കിലും പ്രതിഷ്ഠ ശ്രീ മഹാവിഷ്ണുവിൻ്റേതാണ്. ചതുർബാഹുവായ വിഗ്രഹമാണ്. ഈ വിഗ്രഹം ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ച ദിനമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം എന്നാണ് ഒരു ഐതിഹ്യം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ വിഗ്രഹത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ വിഗ്രഹം വൈകുണ്ഠത്തിൽ ഭഗവാൻ പൂജിച്ചിട്ടുണ്ടായിരുന്ന വിഗ്രഹമാണ്. ആ ദിവ്യ വിഗ്രഹം പിന്നീട് ബ്രഹ്മാവിൽ നിന്ന് സുതപസ്സിനും കൃഷ്ണിക്കും, ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ, അവർക്ക് ലഭിച്ചു. ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സംഭവം സത്യയുഗത്തിലായിരുന്നു. അപ്പോൾ സത്യയുഗത്തില് ഈ പാതാളാഞ്ജന വിഗ്രഹത്തെ, മഹത്വമേറിയ ഈ വിഗ്രഹത്തെ സുതപസ്സും പത്നി കൃഷ്ണിയുമാണ് ആരാധിച്ചത്. അവരാരാധിക്കുമ്പോൾ അനേകായിരം വർഷങ്ങളാണ് അവർ ആരാധിച്ചത്. ഒരു പുത്രന് വേണ്ടി കൂടിയാണ് അവർ ഈ ദിവ്യ വിഗ്രഹത്തെ ആരാധിച്ചത്. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനാവുകയും 3 ജന്മത്തിൽ അവരുടെ പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ സുതപസ്സിനും കൃഷ്ണിക്കും ആ ജന്മത്തിൽ തന്നെ കൃഷ്ണിഗർഭൻ എന്ന പേരോടുകൂടി പുത്രനായി ജനിച്ചു. പിന്നീട് അടുത്ത യുഗത്തിൽ, ത്രേതായുഗത്തിൽ, കശ്യപനും അതിഥിക്കും ഈ വിഗ്രഹം ലഭിച്ചു. അവരും ഭഗവാനെ ആരാധിച്ചു. അവർക്ക് പുത്രനായി ഭഗവാൻ വാമനനായി അവതരിച്ചു. പിന്നീട് ദ്വാപര യുഗത്തില് ഇവര് അടുത്ത ജന്മമെടുത്തു ദേവകിയും വസുദേവരുമായി. അവരും ഭഗവാനെ ആരാധിച്ചു. അവരുടെ പുത്രനായി ശ്രീകൃഷ്ണനായി ഭഗവാൻ അവതരിച്ചു. ഭഗവാന് കുറെ അവതാര ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോ അവതാരത്തിലും. ആ ദിവ്യ വിഗ്രഹമാണ് പിന്നീട് ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചത്. ആ സംഭവം എന്താണെന്ന് നോക്കാം. ശ്രീകൃഷ്ണ അവതാരം ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയിട്ടും ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയും ഒക്കെ ആയിരുന്നല്ലോ. മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് ഭഗവാൻ ദ്വാരകയ്ക്ക് മടങ്ങിയല്ലോ. ഭഗവാന്റെ അവതാര ലക്ഷ്യം അവസാനിച്ചതിന് ശേഷം ഭഗവാന്റെ സ്വർഗാരോഹണത്തിനുള്ള സമയമായപ്പോൾ ഉദ്ധവരെ വിളിച്ച്
ഈ വിഗ്രഹം ഉദ്ധവരുടെ കയ്യിൽ കൊടുത്ത് ദേവഗുരുവായ ബൃഹസ്പതിയോട് ഈ വിഗ്രഹത്തെ ഉചിതമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. ഈ വിഗ്രഹത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറഞ്ഞു. കലിയുഗത്തിൽ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നവർക്ക്, ഭഗവാനെ ഈ രൂപത്തിൽ ആരാധിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്ന്. ബൃഹസ്പതിയോട് ഈ വിവരങ്ങളെല്ലാം ഉദ്ധവര് അറിയിച്ചിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുന്നതോടു കൂടിയിട്ട് മഹാപ്രളയമുണ്ടായി. ദ്വാരകയും സമുദ്രത്തിൽ ആണ്ടുപോയി. ആ സമയത്ത് ഈ വിഗ്രഹം സമുദ്രജലത്തിൽ, അതായത് പ്രളയജലത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. അങ്ങനെ ബൃഹസ്പതി ആദ്യം വരുണ ഭഗവാന്റെ സഹായത്തോടു കൂടി കടലിൽ നിന്ന്, സമുദ്രജലത്തിൽ നിന്ന്, അതായത് പ്രളയജലത്തിൽ നിന്ന് വിഗ്രഹത്തെ വീണ്ടെടുത്തു. അതിനുശേഷം വായു ഭഗവാന്റെയും കൂടെ സഹായത്തോടു കൂടിയിട്ട് ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ഉചിതമായ സ്ഥലം അന്വേഷിച്ച് നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് പരശുരാമനെ കാണുകയുണ്ടായി. അപ്പോൾ പരശുരാമൻ്റെ മനസ്സിലും ഒരു സങ്കടം ഉണ്ടായിരുന്നു. പരശുരാമൻ മഴുവെറിഞ്ഞ് ഉണ്ടാക്കിയെടുത്തതാണ് കേരളം എന്ന ഒരു വിശ്വാസമുണ്ടല്ലോ. ആ ഭൂമി ബ്രാഹ്മണർക്കായി ദാനം ചെയ്തുവല്ലോ. പക്ഷെ ആ ഭൂമിയുടെ അവകാശികൾ നാഗന്മാരായതുകൊണ്ട്, നാഗശാപം കാരണം കൊണ്ട് ജനങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലതരത്തിലുള്ള രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുകയായിരുന്നു. ആ സമയത്ത് നാരദ മഹർഷി പ്രത്യക്ഷനായിട്ട് പരശുരാമനോട് പറഞ്ഞു, ഭഗവാന്റെ ഒരു വിഗ്രഹം ആ പ്രദേശത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ദുരിതങ്ങളെല്ലാം മാറുമെന്ന്. ഇത് കഴിഞ്ഞ കുറച്ചു കാലം കഴിയുമ്പോഴാണ് ബൃഹസ്പതിയും വായു ഭഗവാനും മഹാവിഷ്ണുവിൻ്റെ ഈ ദിവ്യ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് എത്തുന്നത്. അപ്പോൾ ഇതറിഞ്ഞ ശ്രീ പരശുരാമൻ ഇവരെ നേരെ രുദ്രതീർത്ഥക്കരയിലേക്ക് കൊണ്ടുപോയി. ആ തീർത്ഥക്കരയിൽ അവർക്ക് ശ്രീ പരമേശ്വരൻ്റെ ദർശനം ലഭിച്ചു. അപ്പോൾ ശ്രീ പരമേശ്വരൻ അവരോട് പറഞ്ഞു, ഈ സ്ഥലം തന്നെയാണ് ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള ഏറ്റവും ഉചിതമായ പ്രദേശം. ഈ പ്രദേശം ഇങ്ങനെ ഇത്രയും ഉചിതമായി തീരാൻ എന്തായിരുന്നു കാരണം? ആ രുദ്രതീർത്ഥ കുളം എന്ന് പറയുന്നത് വളരെ വലിയ വിസ്തൃതിയുള്ള ഒരു കുളമായിരുന്നു, തീർത്ഥക്കുളം. അത് ഇന്നത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഗുരുവായൂരപ്പൻ്റെ തീർത്ഥക്കുളമുണ്ടല്ലോ, അത് രുദ്രതീർത്ഥമാണ്. പക്ഷെ ആ രുദ്രതീർത്ഥം പണ്ട് കാലത്ത് വളരെ വിസ്തൃതിയുള്ളതായിരുന്നു. ഇന്നത്തെ മമ്മിയൂരുണ്ടല്ലോ, അതിൻ്റെ കുറേ പ്രദേശങ്ങളിലുമൊക്കെ ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു തീർത്ഥക്കുളമായിരുന്നു. ആ കുളം നിറച്ച് താമരകളായിരുന്നു. പണ്ട് ശ്രീ പരമേശ്വരൻ ഈ തീർത്ഥക്കുളത്തിനടിയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രജേതസ്സുകൾ ആ വഴിക്ക് അവർക്ക് തപസ് ചെയ്യാൻ അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവരുടെ ആവശ്യം എന്തായിരുന്നു? അവർക്ക് പ്രജാപതിത്വം ആവശ്യമായിരുന്നു. ഈ പ്രജാപതിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാക്കന്മാരുടെ രാജാവ് എന്നർത്ഥം. രാജാവ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സങ്കല്പിക്കുന്നത് പോലെ ഉള്ള ഒരു പദമായി അതിനെ കരുതരുത്. യഥാർത്ഥത്തിൽ ഒരു രാജാവ് എന്ന് പറയുന്നത് ആരാണ്? ആത്മീയമായ വിഷയങ്ങളിൽ ഒരുപാട് ഉന്നതിയിൽ, ഔന്നത്യത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഈ രാജാക്കന്മാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മീയ ഉന്നതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർ തപസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. പ്രജേതസ്സുകൾ ആരാണ്? അവർ യഥാർത്ഥത്തിൽ ഋഷിവര്യന്മാരാണ്. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേര് പ്രാചീനവർഹിസ്. പത്നി റാണി സവർണ.
ഇവരുടെ 10 പുത്രന്മാരായിരുന്നു ഈ പ്രചേതസ്സുകൾ. എന്തായാലും പ്രചേതസ്സുകൾ ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന വിവരം ശ്രീ പരമേശ്വരൻ അറിയുകയും ശ്രീ പരമേശ്വരൻ തപസ് ചെയ്യുന്ന ആ രുദ്രതീർത്ഥത്തിൻ്റെ അടുത്തായി അവര് അന്വേഷിച്ച് എത്തുകയും ചെയ്തപ്പോൾ ശ്രീ പരമേശ്വരൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷനായിട്ട് രുദ്രഗീത അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. എന്താണ് ഈ രുദ്രഗീത? അതൊരു സ്തുതിയാണ്, മഹാവിഷ്ണുവിനെ പറ്റിയിട്ടുള്ള സ്തുതിയാണ്. ശ്രീ പരമേശ്വരൻ രചിച്ചതാണ്. ഇതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നുണ്ട്. രുദ്രതീർത്ഥ കുളത്തെ പറ്റി പറഞ്ഞുവല്ലോ. ആ രുദ്രതീർത്ഥ കുളത്തിൻ്റെ വിസ്തൃതിയെ പറ്റിയും അവിടെ താമരകൾ നിറഞ്ഞിരുന്നു എന്നുള്ളതിനെ പറ്റിയും ഒക്കെ പിന്നീട് ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ചുവല്ലോ. നാരായണീയത്തില് അദ്ദേഹം ആ പ്രദേശത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രചേതസ്സുകൾ 10,000 വർഷത്തോളം ഈ രുദ്രഗീത ജപിച്ചുകൊണ്ട് അവര് തപസ് ചെയ്തു. ഈ രുദ്രഗീത എങ്ങനെയുള്ള ഒരു സ്തുതിയാണ്? മോക്ഷം തരുന്ന സ്തുതിയാണ് അതെന്ന് പുരാണങ്ങളിൽ പറയുന്നു. അത് ഉപദേശിച്ച സ്ഥലം കൂടിയാണ് ഇന്ന് ഗുരുവായൂരപ്പൻ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം. നേരത്തെ പറഞ്ഞു വൈകുണ്ഠത്തിൽ ഭഗവാൻ തന്നെ പൂജിച്ച വിഗ്രഹമാണതെന്ന്. അതുകൊണ്ടാണല്ലോ ഗുരുവായൂരിനെ ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങൾ കൊണ്ട് ആ പ്രദേശം വളരെ മേന്മയുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ തന്നെയാണ് ഭഗവാനെ പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് ശ്രീ പരമേശ്വരൻ അരുളി ചെയ്തു. എന്നിട്ട് ശ്രീ പരമേശ്വരൻ ആ തീർത്ഥക്കരയിൽ നിന്നും മറുകരയിലേക്ക് മാറി മമ്മിയൂരിൽ, ആ തീർത്ഥക്കുളത്തിൻ്റെ ആ കരയിൽ നിന്നും മറുകരയിലേക്ക് മാറി ഇരുന്നു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് ഭഗവാനെ ആ പ്രദേശത്ത് പ്രതിഷ്ഠിച്ചു. ആ പ്രദേശം പിന്നീട് ഗുരുവായൂര് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അവിടുത്തെ ഭഗവാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണനാണ്. എങ്കിലും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു തൃപ്തി. നാരായണ, ഓം നമോ നാരായണ എന്നെല്ലാം ജപിച്ചാലും എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോഴാണ് മനസ്സിനൊരു സംതൃപ്തി. അപ്പോൾ ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എത്ര പേർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. അതുവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഹരയേ നമഃ.